മലയാളികളുടെ അമ്മ വേഷത്തിൻ്റെ പരിവേഷമാണ് സുകുമാരി. സുകുമാരി മലയാള സിനിമയിൽ കടന്നു വന്നത് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന അതിപ്രഗത്ഭമതികളായ ഡാൻസർമാരുടെ മേൽവിലാസത്തിലാണ്. ലളിത, പത്മിനി, രാഗിണി എന്നീ ഡാൻസർമാരുടെ മേൽവിലാസത്തിലാണ് സുകുമാരി മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. ഹാസ്യ വേഷങ്ങളും അമ്മ വേഷങ്ങളും ഒക്കെ സുകുമാരി ചെയ്തു. ആദ്യഘട്ടത്തിൽ സുകുമാരി ചെയ്തത് ഹാസ്യ വേഷങ്ങളായിരുന്നു. പിന്നീട് അമ്മ വേഷങ്ങൾ ചെയ്തു സുകുമാരി. തൊട്ടതെല്ലാം പൊന്നാക്കി സുകുമാരി. സുകുമാരി മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായി മാറി. പക്ഷേ സുകുമാരി തകർത്ത ഒരു കുടുംബമുണ്ട്. അത് സംവിധായകൻ ഭീം സിംഗിൻ്റെ കുടുംബമാണ്. ഭീം സിംഗ് ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിൽ കിരീടം വയ്ക്കാതെ വാണ സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. കന്നഡയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ഒക്കെ. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിൽ ഒന്നാണ് രാഗം. ആ രാഗം സംവിധാനം ചെയ്തത് ഭീം സിംഗ് ആണ്. ഭീം സിംഗ് സുകുമാരിയുമായി പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുകുമാരിക്ക് അതൊന്നും തടസ്സമായില്ല. ഭീം സിംഗിൻ്റെ സമ്പത്തിലായിരുന്നു സുകുമാരിയുടെ കണ്ണ് മുഴുവൻ. ഭീം സിംഗ് ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് സുകുമാരിയുമൊത്ത് ജീവിതം ആഘോഷിച്ചു. ആ ആഘോഷത്തിന് വലിയ കാലം വേണ്ടി വന്നില്ല. ഭീം സിംഗ് വൈകാതെ തന്നെ 54-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. സുകുമാരിക്ക് ഒരു മകനെ സമ്മാനിച്ചു ഭീം സിംഗ്. അതാണ് ഡോക്ടർ സുരേഷ്. സുകുമാരി പിന്നീട് വിവാഹമൊന്നും കഴിച്ചില്ല. സുകുമാരി ഭീം സിംഗ് അന്തരിച്ചപ്പോൾ സുകുമാരി വല്ലാത്തൊരു കെണിയിലായിരുന്നു. കാരണം ഭീം സിംഗിൻ്റെ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യ സ്വന്തമാക്കിയിരുന്നു. സുകുമാരിക്ക് അഭിനയിച്ച് മകനെ പോറ്റേണ്ട അവസ്ഥ വന്നു. തെറ്റായ ബന്ധത്തിൽ പോകേണ്ടവർക്ക് വരുന്ന അവസ്ഥ തന്നെ സുകുമാരിക്ക് വന്നു എന്ന് സാരം. എന്തായാലും സുകുമാരി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച് മകനെ ഡോക്ടറാക്കി മാറ്റി. പക്ഷേ ഭീം സിംഗിൻ്റെ കുടുംബം കുളം തോണ്ടിയ സുകുമാരി എന്നാണ് തമിഴ് വൃത്തങ്ങളിൽ ഇപ്പോഴും അറിയപ്പെടുന്നത്. തമിഴ് വൃത്തങ്ങളിലല്ല, തമിഴ് ജേർണലിസ്റ്റുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. സുകുമാരിക്ക് ശക്തമായ ബന്ധങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. ജയലളിതയുടെ വീട്ടിൽ ചോദിക്കാതെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം സുകുമാരിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു സുകുമാരിയുടെ പ്രത്യേകത. പക്ഷേ ആ പ്രത്യേകതകൾ ഒക്കെ സുകുമാരി സ്വന്തം നിലനിൽപ്പിനായി വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ. ഭീം സിംഗ് അസാധ്യനായ സംവിധായകനായിരുന്നു. ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ മികച്ച സംവിധായകനായിരുന്നു അദ്ദേഹം. കമേഴ്ഷ്യൽ ചിത്രങ്ങളും കലാപരമായ ചിത്രങ്ങളും ഒരുക്കാനൊക്കെ ഭീം സിംഗിന് അസാധ്യമായ കഴിവ് ഉണ്ടായിരുന്നു. പക്ഷേ സുകുമാരിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഭീം സിംഗിന് സംഭവിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ. അദ്ദേഹം ഹൃദ്രോഗിയായി മാറി വൈകാതെ മരണത്തിന് അടിപ്പെട്ടു. ഹൃദ്രോഗിയായി മാറുകയും വൈകാതെ മരണപ്പെടുകയും ചെയ്ത ഭീം സിംഗിനെ സുകുമാരി പിന്നീടുള്ള കാലങ്ങളിൽ മറന്നു.
സുകുമാരി മലയാള മനോരമ ആഴ്ച പതിപ്പിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. KR മീരയാണ്, പ്രശസ്ത സാഹിത്യകാരി KR മീരയും അവരുടെ ഭർത്താവും ചേർന്നാണ് ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. അതിലൊക്കെ ഭീംസിംഗിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഭീംസിംഗിൻ്റെ കുടുംബം തകർത്ത ചരിത്രത്തെ പറ്റി സുകുമാരി പറയാറില്ല. അത് പറയാൻ സുകുമാരി മടിക്കും. കാരണം അത് ഒരു കഥയാണ്, വല്ലാത്തൊരു കഥ.